ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും 5.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി ചൂണ്ടിയിൽ ഭാരത് മാതാ കോളേജിനും രാജഗിരിയും ഹോസ്പിറ്റലിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. 3.5 സെന്റിൽ 3 ബെഡ്റൂമും 8 സെന്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന 22 വില്ലകളാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായി നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന വീടാണ്. 24 മണിക്കൂർ സെക്യൂരിറ്റി, ജിമ്മ്, പൂള്, ക്ലബ് ഹൗസ്, ഡ്രൈനേജ് ഏരിയ, ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവേണ്ട എല്ലാ ഫെസിലിറ്റിയോടുകൂടിയാണ് ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായ കണ്ടംപററി സ്റ്റൈലിലാണ് 22 വില്ലകളും ഇവിടെ വരുന്നത്. ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് ഫ്രണ്ട് എലിവേഷൻ നമുക്ക് കാണാം. 5 മീറ്ററോളം വീതി വരുന്ന റോഡ് തന്നെ ഫ്രണ്ടിലായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കോമൺ കിണറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിന് കവേർഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയ കാണാം. ഈ വീട് 4.600 സെന്റിൽ 2170 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. തേക്കിലാണ് ഫ്രണ്ടിൽ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള ഡോറുകളെല്ലാം സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ തന്നെയാണ്. സ്റ്റീൽ ഡോറുകളാണ് ബെഡ്റൂമിനും ഉപയോഗിച്ചിരിക്കുന്നത്. വിശാലമായ ഒരു ലിവിംഗ് ഹാൾ ഏരിയ നമുക്ക് കാണാം. ഒരു കോർണർ സെറ്റ് എല്ലാം വിട്ട് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. ഫുൾ ഫർണിഷ്ഡോടുകൂടി തന്നെയാണ് ഈ വീട് വിൽപ്പനക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിനായി ബ്രാൻഡഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാം. അവിടെ ഡൈനിങ് ടേബിളും ചെയറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിൻഡോയിലും നമുക്ക് കാണാം, കർട്ടനും കാണാൻ കഴിയും. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ചെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായ ഒരു കിച്ചൺ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് വയ്ക്കേണ്ടത്. സൈഡ് ബൈ സൈഡോടുകൂടി വരുന്ന വിശാലമായ വലിപ്പമുള്ള ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു സ്പേസ് ആ കാണുന്ന ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന റാക്കുകളോടുകൂടി വരുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. സെക്കൻഡറി കിച്ചണായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. അവിടെയും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കായി ഒരു സർവൻറ്റ് ടോയ്ലറ്റും കാണാൻ കഴിയും. ഈ ഭാഗത്താണ് ആ ടോയ്ലറ്റ് വരിക. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായൊരു ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് ഫുൾ ഫർണിഷ്ഡോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. വിശാലമായ കബോർഡ് ഏരിയ നമുക്ക് കാണാം. ഗ്ലാസിൻ്റെ ഡോറോടുകൂടി വരുന്ന കബോർഡ് ഏരിയയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം തന്നെ കാണാം. കൺസീൽഡോടുകൂടി വന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗബ്രേറ്റ് കമ്പനിയുടെയാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസ് നമുക്ക് കാണാം. ഫുൾ വുഡാണ് ഇവിടെ കാണാൻ കഴിയുക. സ്റ്റീലിൽ ഫുഡ് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെയായൊരു ഹോൾ ലഭിക്കുന്നുണ്ട്. ഇതൊരു TV റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും മുകളിലെ നിലയിൽ വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂമും ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ബെഡും കോട്ടെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായ കബോർഡ് വർക്ക് ഏരിയയാണ് എല്ലാ ബെഡ്റൂമിനും ലഭിക്കുക.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം തൊട്ടടുത്തായി നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 4.600 സെൻറ്റിൽ 2170 സ്ക്വയർ ഫീറ്റിൽ ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 95 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വീടുകളാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റിൽ വരുന്നത്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.